കെപിസിസിയുടെ സെക്രട്ടറി പറയുന്നു, എനിക്ക് സതീശൻ മേനോനെ കാണാൻ പെർമിഷൻ കിട്ടുന്നില്ല. ഞാനിതാ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നു, പക്ഷെ അങ്ങോട്ട് കയറ്റിയിട്ടില്ല. പക്ഷെ സതീശൻ ആരൊക്കെയുമായിട്ടാ ചർച്ച നടത്തുന്നത്? ആർക്കാ സമയം അനുവദിക്കുന്നത്? NSSന്റെ ജനറൽ സെക്രട്ടറി പറയുന്നു, അയ്യോ എന്നെ അങ്ങോട്ട് കയറ്റിവിടുന്നില്ല. ആർക്കാ സമയം കൊടുത്തത്? സമയം കൊടുത്തത് ശശികല ടീച്ചർ അല്ലേ? ടീച്ചർ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. വായ തുറന്നാൽ വിഷം വമിക്കുന്ന വർത്തമാനം മാത്രം പറഞ്ഞിട്ടുള്ള ശശികല, RV ബാബു, കേരളത്തിലെ കേരള തുകാടി എന്നറിയപ്പെടുന്ന RV ബാബു, ഇങ്ങനെ മതവിദ്വേഷ പ്രസംഗം മാത്രം നടത്തിയിട്ട് നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള വർഗീയവാദികൾക്ക് മണിക്കൂറുകൾ മുഖ്യമന്ത്രി ഓഫീസ് കയറി നിരങ്ങാൻ അനുവാദം കൊടുക്കുന്നു. എന്നാൽ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റിന് 2 മിനിറ്റ് കൊടുത്തോ? 2 മിനിറ്റ് കൊടുത്തിട്ടില്ല അല്ലേ? അശ്ലീല യൂട്യൂബർമാരുണ്ട് കുറെ എണ്ണം. സതീശനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറെ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടാവാം. ആ അശ്ലീല യൂട്യൂബർമാർ, വർഗീയത മാത്രം വംശീയത മാത്രം വിളമ്പുന്ന യൂട്യൂബർമാർ, അവർക്കൊപ്പം ഇരുന്ന് ചായ കുടിക്കാൻ, അവരെ വരവേൽക്കാൻ, അവരെ സൽക്കരിക്കാൻ സതീശൻ മേനോന് സമയമുണ്ട്. സതീശൻ മേനോൻ ആളുകളെ പറ്റിച്ചു, പറഞ്ഞ വാക്കിന് വിലയില്ലാതായി, പച്ചക്കള്ളം മാത്രം എല്ലാ ദിവസവും വന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരാളായി കേരളത്തിന്റെ മുഖ്യമന്ത്രി അധപ്പതിച്ചു. ഇങ്ങനൊരു മുഖ്യമന്ത്രി ഈ കേരളത്തിന്റെ ഇതേവരെയുള്ള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉമ്മൻചാണ്ടി വരെ ഇത്രമാത്രം പച്ച നുണ പറഞ്ഞിട്ടില്ല. എല്ലാ ദിവസവും ആധികാരികമായി മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് എന്ത് നുണയും വിളിച്ചു പറയാൻ മടിയില്ലാത്ത ഒരാളായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു. ഇതെല്ലാം ചില ഡീലിന്റെ കൂടി ഭാഗമാണ്. RSSുമായി ഉണ്ടാക്കിയ ഡീൽ, അദാനിയുമായി ഉണ്ടാക്കിയ ഡീൽ, മറ്റ് പല കുത്തകകളുമായിട്ടും ഡീൽ ഉണ്ടാക്കിയിട്ട് കോടികൾ സതീശൻ എണ്ണി വാങ്ങിയിട്ട് ഈ ഇലക്ഷൻ പ്രചരണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ അവർക്ക് നടത്തിക്കൊടുക്കുന്ന ഒരാളായി മാത്രം കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെയുള്ള സാധാരണ ജനത്തെ മറന്നിരിക്കുന്നു എന്നുള്ളതാണ് അനുഭവം. ഏണിക്കും കോണിക്കും കൈപ്പത്തിക്കും മാത്രം മാറി മാറി കുത്തിയിട്ടുള്ള ആളുകൾ അവർ തലയിൽ കൈവച്ച് പറയുന്നു, ഇതെന്തൊരു ഭരണമാണ്. നിങ്ങൾ നോക്ക്, ലോകകപ്പ് മത്സരം കാണാൻ വേണ്ടി കഴിയുന്നില്ല. കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയരുന്നു. ഇനിയിപ്പോ ലോഡ് ഷെഡിങ് ഈ നിലയിൽ തന്നെ മുന്നോട്ട് പോയാൽ കേരളത്തിൽ വ്യവസായം കൂടി പൂട്ടുന്ന ഒരു നിലയിൽ കാര്യം വരും. 10 വർഷക്കാലം കേരളത്തിന്റെ വ്യവസായ പുരോഗതി ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല, എല്ലാ കണക്കുകളും ഇവിടെയുണ്ട്. കേരളത്തിൽ ഈ നിലയിൽ വ്യവസായം നടത്താൻ വൈദ്യുതി കൊടുക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ അതിന്റെ കാര്യവും കട്ടപ്പുകയാവും. അതുകൊണ്ട് മിസ്റ്റർ സതീശൻ, മിസ്റ്റർ സണ്ണി ജോസഫ്, നിങ്ങൾക്ക് ഈ പണി പറ്റുന്നില്ലെങ്കിൽ വേറെ വല്ല പണിക്കും പോണം. ജനങ്ങളെ പറ്റിക്കുന്ന, ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ടിട്ട് പല തട്ടിപ്പുകളും വിളിച്ചു പറഞ്ഞിട്ട് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് പുതുയുഗത്തിന്റെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ കേരളത്തിലെ ഇരുട്ടിലേക്കാണ് നയിക്കുന്നത്. ഇരുണ്ട കാലത്തിലേക്ക് ഈ കേരളത്തെ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അതിശക്തമായ പ്രതിരോധം കേരളത്തിലെ DYFI ഉയർത്തും. ആ ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പ്രതീകാത്മകമായി ഇങ്ങനൊരു സമരം പ്രഖ്യാപിച്ചുള്ളത്. ഇതൊരു കേവലമായ സൂചനാ സമരം മാത്രമാണ്. കേരളത്തെ എല്ലാ നിലയിലും വിൽക്കുന്ന, കേരളത്തെ കുത്തകൾക്ക് തീരെഴുതുന്ന, കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം കൊണ്ടുവന്ന് പവർ കട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള, കേരളത്തിലെ ചെറുപ്പക്കാരോട് കേരളത്തിലെ വ്യവസായങ്ങൾ പൊട്ടിച്ച് വ്യവസായ സൗഹൃദ അന്തരീക്ഷം തകർക്കുന്ന ഈ സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടം വരും ദിവസങ്ങളിൽ കേരളത്തിന്റെ തെരുവുകളിൽ പടരും എന്ന് മാത്രം